കാസർഗോഡ് നീലേശ്വരത്ത് 2 മക്കളുമായി ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിലെത്തിയ യുവതിയെ രക്ഷപ്പെടുത്തി പോലീസ്. സ്റ്റേഷനിലേക്ക് വന്ന ഫോൺ കോളിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നായിരുന്നു പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. ട്രെയിൻ എത്തുന്നതിന് തൊട്ടുമുൻപാണ് പോലീസ് മാതാവിനെയും കുട്ടികളെയും രക്ഷിച്ചത്. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നീലേശ്വരം പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരമ്മയുടെയും 2 മക്കളുടെയും ജീവനാണ്. എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചതെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI സാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പമുണ്ട്. അവർ തന്നെ അന്ന് രാത്രി സംഭവിച്ച കാര്യം സംബന്ധിച്ച് പറയും. കഴിഞ്ഞ ദിവസം രാത്രിയല്ലേ സംഭവിച്ചത്. രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞതോടെ നമുക്ക് സ്റ്റേഷനിലേക്കും കോൾ വന്നിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉമ്മയും 2 കുട്ടികളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതായിട്ട് ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ ഉമ്മ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ചായത്താണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇറങ്ങിപ്പോയ പാടെ നമ്മൾ അവിടുത്തെ ഓട്ടോക്കാരോട് ചോദിച്ചു. അപ്പം ഏത് ഓട്ടോയാണെന്ന് മനസ്സിലായി. കറക്റ്റ് ആ ഓട്ടോക്കാരൻ്റെ നമ്പർ എടുത്ത് നമ്മൾ വിളിച്ചു. എവിടെയാണ് ഇവരെ ഇറക്കിയത്. അപ്പോൾ ഏകദേശം പേരോള്, അതായത് സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊരു സ്ഥലത്താണ് ഇവരെ ഇറക്കി വിട്ടതെന്നുള്ള മനസ്സിലായി. അപ്പോൾ നമ്മൾ 2 ജീപ്പ് എടുത്ത് 2 ഡയറക്ഷനിൽ പോയി. എന്നിട്ട് നമ്മൾ നേരെ നീലേശ്വരം സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ 2 കുട്ടികളായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു, ഏതെങ്കിലും ട്രെയിൻ ഈ ടൈമിൽ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏകദേശം ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം നമുക്ക് ഇച്ചിരി ധൃതിയായി. അപ്പോൾ അവിടെ തന്നെ വീണ്ടും നമ്മൾ 2 സൈഡിലേക്കും ആളിനെ 2 സൈഡിലൂടെ നമ്മൾ തന്നെ ടീമായിട്ട് തിരിഞ്ഞ് 2 സൈഡിലേക്കും പോയി. ഏകദേശം ഒരു ഡയറക്ഷൻ പോയപ്പം തട്ട് കിട്ടി. കൃത്യസമയത്ത് ഒരു ട്രെയിനും ആ സമയത്ത് പാസ്സായി. എന്തോ ഭാഗ്യത്തിന് അത് നടുക്കത്തെ ട്രാക്കുകളാണ് പോകുന്നത്. നീലേശ്വരം സ്റ്റോപ്പ് ഇല്ലാത്തൊരു ട്രെയിനായിരുന്നു. പക്ഷെ നിന്നത് ഇത് ഡൗൺ ട്രാക്കിലായിരുന്നു ഈ ഉമ്മയും 2 കുട്ടികളും ഇരുന്നത്. അവിടെ പോയി കാണുമ്പോൾ കണ്ട കാഴ്ച ഏകദേശം ആ ട്രാക്കിനടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളും ഉമ്മയും ആ ട്രാക്കിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ സ്റ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ വീട്ടി എന്താ നടന്ന സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇത്രയും രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് രാവിലെ 10 മണിക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിവിട്ടിട്ടുണ്ട്. അന്നേരമാണ് വിട്ടത് അവരെ. ഞാൻ പറഞ്ഞു, സൂക്ഷിക്കണം, രാത്രിയാണ്, രാവിലെ എത്തിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. രാവിലെ അവർ എത്തുകയും ചെയ്തു. ഇനി ബോധവൽക്കരണം ഉൾപ്പെടെ പോലീസിൻ്റെ ഓക്കെ, തീർച്ചയായും അത് കൗൺസിലിംഗ് ആവശ്യമായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ഉണ്ട്. ആ പെൺകുട്ടിയെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ല. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഒരു ഫോഴ്സിന് ആരോടും ഈ ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ നമ്മളൊക്കെ എന്തിനായി പണിയെടുക്കുന്നത്? ഇങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ സഹായം ചോദിക്കണ്ടേ? അപ്പോൾ ഒന്നും പറയുന്നില്ല, കരച്ചിലാണ്. കുടുംബ പ്രശ്നമാണെന്നാണ്. അതെ, കുടുംബ പ്രശ്നം തന്നെയാണ്. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഒരുപക്ഷെ അന്ന് രാത്രി ലഭിച്ച വിവരം അവഗണിച്ചിരുന്നെങ്കിൽ വലിയ ദുരന്ത വാർത്ത പുറത്തു വന്നേനെ. പോലീസ് കൃത്യമായി ഇടപെട്ടു. അതുകൊണ്ട് 3 ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചു. നീലേശ്വരത്ത് നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.